മോർച്ചറിയുടെ തണുപ്പിൽ വിറങ്ങലിച്ചു കിടക്കുമ്പോഴും ഞാൻ ആ ചോദ്യം കേട്ടു. ഭാസ്കരപിള്ള എന്ന ഞാൻ എത്ര പെട്ടെന്നാണ് ഒരു ശവമായി മാറിയത്. മരിച്ചയാളുടെ പേരെന്താണെന്നോ മറ്റോ ചോദിക്കാമായിരുന്നു. ചിറ്റപ്പൻ ചിറ്റപ്പൻ എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നതെങ്കിലും ഞാൻ മരിച്ച ഉടൻ തന്നെ അച്ചടിച്ച ഫ്ലെക്സിൽ ഭാസ്കരപിള്ള എന്ന പേര് രണ്ട് പൂച്ചെണ്ടുകൾക്കിടയിൽ അച്ചടിച്ചിരിക്കുന്നു. എന്റെ വെളുക്കിച്ചിരിക്കുന്ന ഒരു പഴയ ഫോട്ടോയും. ഫ്ലെക്സ് എങ്ങനെ കാറ്റത്ത് കിടന്നാടുകയായിരുന്നു. കയറിന് നീളം കുറഞ്ഞതിനാൽ ആരോ ഫ്ലെക്സിന്റെ ആട്ടം കുറയ്ക്കാനായി ഒരു കല്ല് കെട്ടിത്തൂക്കിയിരുന്നു. അപ്പോൾ തുടങ്ങിയതാണ് എനിക്കൊരു നെഞ്ചുവേദന. എന്നെ അപ്പോൾ ആംബുലൻസിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ആ കല്ലൊന്ന് അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ വാരിയെല്ലിന്റെ ഭാരം കെട്ടിത്തൂക്കിയ പോലെയുള്ള ഈ വേദന ഒന്ന് അവസാനിച്ചേനെ. ഭാസ്കരപിള്ള എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഒരു ശവത്തിന്റെ പേരായി മാറി. എല്ലാവരും ചിറ്റപ്പ ചിറ്റപ്പ എന്ന് ബഹുമാനത്തോടെ വിളിച്ചിരുന്ന ഞാൻ, പറമ്പിൽ നിറയെ കുരുമുളകും മേലവും കൊക്കോയും കൊക്കോ മരങ്ങളിൽ നിറയെ അണ്ണാന്മാരും സ്വന്തമായുള്ള ഭാസ്കരപിള്ള. ശവം എന്നതൊരു വല്ലാത്ത വിളിപ്പേരാണ്. അറിയാമോ, ഇനി കുറെ ദിവസം കഴിഞ്ഞാലോ പ്രേതം എന്ന് വിളിക്കും. അത് കുറച്ചുകൂടി ഭേദമാണ്. ശവം എന്ന് പറയുന്നതിലും അല്പം ഗൗരവമുണ്ട്. മോർച്ചറിയുടെ പുറത്തെന്തോ ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ ചെവി കൂർപ്പിച്ചു. മകളും മരുമകനും ഒക്കെ വന്നോ? സ്വത്തിനെ കുറിച്ചുള്ള തർക്കമൊക്കെ ഇവിടെ വെച്ച് തന്നെ തുടങ്ങിയോ? എന്താണ് ബഹളം? ശ്രദ്ധിച്ചപ്പോൾ വേറൊരു ശവം കൊണ്ടുവരുന്നതിന്റെ കോലാഹലമാണെന്ന് മനസ്സിലായി. പോലീസുകാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെയുണ്ട്. എന്നെ ഇവിടെ കൊണ്ടാക്കിയ വില്ലേജ് ഓഫീസറുടെ ഒച്ചയൊന്നും കേൾക്കാനില്ല. മൊത്തം പുതിയ ശവത്തിന്റെ കൂടെ വന്ന ആൾക്കാരുടെ കലപിലയാണ്. 2 കള്ളിക്കപ്പുറത്തെ ട്രേ തുറന്ന ശബ്ദം കേട്ടു. അത്ര സൂക്ഷിച്ചല്ലാതെ ശവം ട്രേയിൽ എടുത്തിടുന്ന ശബ്ദവും കേട്ടു. മോർച്ചറി സൂക്ഷിപ്പുകാരൻ പുതിയ ശവത്തിനെയാവണം പുളിച്ച 2 തെറിയും വിളിക്കുന്നതും കേട്ടു. ഫ്രീസറിന്റെ വാതിലും മോർച്ചറിയുടെ വാതിലും അടച്ചിട്ട് കാവൽക്കാരൻ പുറത്തുപോയി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ പുതിയ ശവത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഷു ഷു, ഹേയ്, ഇയാൾ ഉറങ്ങിയോ? എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് അയാൾ ആദ്യം അമ്പരന്നുവെങ്കിലും പിന്നീട് മറുപടിയുണ്ടായി. ഇല്ലെന്നേ, ഇവിടെ എന്നാ തണുപ്പാ. ഇതിനകത്ത് കിടന്ന മനുഷ്യൻ ചത്തുപോകുമല്ലോ. എന്റെ പേര് ഭാസ്കരപിള്ളയെന്നാ. ഇയാളുടെ പേരെന്നാ? ഞാൻ ചോദിച്ചു. എനിക്ക് പേരില്ലെന്നേ, നമ്പറേ ഉള്ളൂ. അതെന്നാ? സാറ് മുണ്ടക്കയം സ്റ്റാൻഡിലെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന മരം കണ്ടിട്ടുണ്ടോ? എന്നാ ചോദ്യമാ, കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ അല്പം നീരസത്തോടെ തിരിച്ചു ചോദിച്ചു. ഞാൻ ആ വവ്വാലുകളുടെ കൂടെ കഴിഞ്ഞ ദിവസം മരത്തിൽ കയറി നോക്കി. എന്നാ രസമാന്നോ. നമ്മൾ ഈ നിലത്തൂടെ നടന്നാൽ കാണുന്ന ജീവിതമൊന്നുമല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു അവരുടെ കൂടെ കൂടാമെന്ന്. അങ്ങനെ ആ വവ്വാൽ മരത്തിൽ ഞാനങ്ങ് തൂങ്ങി ചത്തത്. ഞാൻ ആലോചിച്ചു, മുണ്ടക്കയം സ്റ്റാൻഡിൽ പോകുന്ന സമയത്തൊക്കെ ഈ വവ്വാലുകൾ ഞാന്ന് കിടക്കുന്ന മരങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഭാസ്കരപിള്ള സാറെങ്ങനെയാ മരിച്ചത്? അപ്പുറത്തെ ട്രെയിൽ നിന്നും ചോദ്യം വന്നപ്പോഴാണ് ഞാൻ ആലോചനയിൽ നിന്നും ഉണർന്നത്. ഞാൻ മരിച്ചതോ? അതൊരു വലിയ കഥയാ. ഇങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരുകയല്ല. സാറ് സമയമെടുത്തു പറഞ്ഞോ. ഇവിടെ ഇപ്പം മിണ്ടിയും പറഞ്ഞിരിക്കാൻ നമ്മൾ 2 ആള് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഓരോരോ അസുഖങ്ങൾ വന്നു തുടങ്ങി. ഞാൻ അത് കാരണം പഴയ റാലി സൈക്കിളും എടുത്ത് ദിവസവും 6-7 കിലോമീറ്റർ ചവിട്ടുമായിരുന്നു. അടിവാരത്തുള്ള വേലായുധൻ ചെട്ടിയാരുടെ കടയിൽ പോയി 2 ഏലക്ക ചായയും കുടിച്ച് ഷുഗർ കുറഞ്ഞാൽ തിന്നാനുള്ള നാരങ്ങ മുട്ടായും വാങ്ങിച്ച് തിരികെ സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തും. ആഹാ, ഒരു ദിവസം വല്ല ലോറി ഇടിച്ച് ചത്തു കാണൂല്ലേ? അജ്ഞാത ജഡം നിസ്സാരമായി പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ഒരു ദിവസം ഞാൻ നേരം പരപര വെളുത്തപ്പോഴേക്കും പതിവ് പോലെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. നല്ല കോടമഞ്ഞ് വീണിട്ടുണ്ട്. റോഡിൽ കിടക്കുന്ന എന്തിന്റെയോ മുകളിൽ കയറി സൈക്കിൾ തെന്നി വീണു. കയ്യിലെയും കാലിലെയും കുറെ തൊലിയൊക്കെ പോയി. ഞാൻ റോഡിൽ വീണു. ഇരുട്ടത്ത് തപ്പിത്തിടഞ്ഞ് ഞാൻ എന്തിനാണ് തട്ടി വീണതെന്ന് നോക്കുമ്പോൾ ഒരു കെട്ട് കത്തുകൾ. ഇൻലൻഡിലും കവറിനുള്ളിലും ഒക്കെ എഴുതിയ 100 കണക്കിന് കത്തുകൾ. ഞാൻ അതൊക്കെ സൈക്കിളിന്റെ കാരിയറിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആഹാ, ആർക്കുള്ള കത്തുകളായിരുന്നു അതൊക്കെ? അജ്ഞാത ജഡം ചോദിച്ചു. ആർക്കുള്ളതാണെന്നില്ല. ഒരു കത്തിലും എഴുതിയ ആളുടെയോ കത്ത് കിട്ടേണ്ട ആളുടെയോ വിലാസമില്ല. എണ്ണി നോക്കിയപ്പോൾ 360 കത്തുകളുണ്ട്. ഫ്രം അഡ്രസ് എഴുതുന്നിടത്ത് എസ്തർ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. എന്റെ ഭാര്യ സുമതി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിയോടെ ഒന്ന് ഉറങ്ങാൻ കിടക്കും. വൈകിട്ട് 5 മണി വരെ കിടന്നുറങ്ങും. ഞാൻ ആ തക്കം നോക്കി ആദ്യത്തെ കത്തെടുത്ത് വായിച്ചു നോക്കി. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് മറുപടി എന്നോണം എഴുതണമെന്ന് തോന്നി. എസ്തറിന് ഒരു 30-33 പ്രായമുണ്ടാവും. 65 വയസ്സുള്ള കിളവനായ ഞാൻ കത്തെഴുതിയാൽ അവർ വായിക്കാതിരിക്കുമോ? ഞാൻ ഭാസ്കരപിള്ള എന്ന പേര് അല്പം പരിഷ്കരിച്ചു ബാസി എന്നാക്കി. 35-40 വയസ്സ് തോന്നിയാലും കുഴപ്പമില്ല. കള്ളക്കിളവാ, എന്നിട്ട് അവരുടെ അഡ്രസ്സിൽ അയച്ചോ? അജ്ഞാത ജഡം പൊട്ടിച്ചിരിച്ചു. അവരുടെ അഡ്രസ്സ് ഇല്ലല്ലോ. ഞാൻ വെറുതെ മറുപടി എഴുതി, ഒരു രസം, അത്രേ ഉള്ളൂ.
എന്നിട്ട് അജ്ഞാത ജഡത്തിന് ആകാംക്ഷ കൂടി. ഞാൻ ബാസി എന്ന പേരിൽ അയച്ച കത്ത് എസ്തറിന് കിട്ടാൻ ഒരു 4 ദിവസം എടുക്കില്ലേ? മറുപടി എഴുതിയാൽ തിരിച്ച് എനിക്ക് കിട്ടാനും 4 ദിവസം എടുക്കും. അങ്ങനെ ഒരു മറുപടി എഴുതിയതിനു ശേഷം 8-ാം ദിവസം ഞാൻ എസ്തറിന്റെ അടുത്ത കത്ത് തുറക്കും. അങ്ങനെ 8 ദിവസങ്ങൾ കൂടുമ്പോൾ ഓരോ കത്ത് വായിച്ചു മറുപടി എഴുതിയും 148-ാമത്തെ കത്തെത്തി. 148ഓ? ഭാസ്കരപിള്ള സാറേ, എന്റെ ശവനമ്പറാണ് 148. അജ്ഞാതജടം ആവേശത്തോടെ പറഞ്ഞു. താൻ ഇങ്ങനെ ഇടയിൽ കയറിയാൽ കഥ പറയുന്നത് മടുക്കും കേട്ടോ. ഞാൻ അല്പം നീരസത്തോടെ ബാക്കി കഥ പറയാൻ തുടങ്ങി. ഈ കത്തുവായനയും മറുപടി എഴുത്തും വന്നതിൽ പിന്നെ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ഷുഗറിന്റെ മരുന്നൊക്കെ കൃത്യമായി കഴിക്കുകയും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തു. ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി ആകെ ഉഷാറായി. താടിയും മുടിയും ഒക്കെ ഡൈ ചെയ്തു. ഭാര്യ വിചാരിച്ചു ഈ വയസ്സാം കാലത്ത് എനിക്ക് ഏതോ രഹസ്യബന്ധമൊക്കെ ഉണ്ടെന്ന്. സാറേ, 148-ാമത്തെ കത്തിന് എന്ത് സംഭവിച്ചു? അജ്ഞാതജടം വീണ്ടും ഇടയ്ക്ക് കയറി. അതല്ലേ പറഞ്ഞു വരുന്നത്, എനിക്ക് ഭയങ്കര മാറ്റം വന്നെന്ന് പറഞ്ഞല്ലോ. സൈക്കിളൊക്കെ മാറ്റി ലോൺ എടുത്ത് ഞാനൊരു പുതിയ സ്കൂട്ടർ വാങ്ങി. ആ കത്തിലാണ് അവൾ എന്നെ നേരിട്ട് കാണണം എന്ന ആഗ്രഹം എഴുതിയത്. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ സ്കൂട്ടറിൽ ആദ്യമായി കത്തുകളിലെ സുഹൃത്തിനെ കാണാൻ ഒരു ജൂലൈ 14-ാം തീയതി കോരിച്ചൊരിയുന്ന മഴയത്ത് മണിമലയാറിന്റെ തീരത്തുള്ള ഒരു പഴയ വലിയ വീട്ടിലെത്തി. ഒരു സ്ത്രീയുടെ വീടല്ലേ, എന്തു പറഞ്ഞ് നേരിട്ട് കയറി ചെല്ലും? ഞാൻ ആദ്യം അവർ അവിടെ തന്നെയാണോ താമസിക്കുന്നതെന്ന് അറിയാൻ തീരുമാനിച്ചു. അടുത്ത് കണ്ട പെട്ടിക്കടയിൽ കയറി ഒരു നാരങ്ങാവെള്ളം കുടിച്ചുകൊണ്ട് എസ്തറിന്റെ വീട് അന്വേഷിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി മരിച്ചുപോയ എസ്തറിന്റെ വീടല്ലേ എന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സാറേ, അജ്ഞാതശവം വീണ്ടും ഇടയ്ക്ക് കയറി. സാറേ, ഒരു തുരിശ നീല നിറമുള്ള സ്കൂട്ടറല്ലേ സാറിന്റെ? ഞാൻ അതിൽ ഒരു തവണ കയറിയിട്ടുണ്ട്. ഏ, എന്ന്? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ സാറ് ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഭാസ്കരപിള്ള മരിച്ചിട്ടില്ല. അടുത്ത ഏപ്രിൽ 27-ന് സാറ് മരിക്കും. ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി. ഞാൻ അയാളുടെ മുഖം കാണാനായി തല പുറത്തേക്കിടാൻ നോക്കിയെങ്കിലും മോർച്ചറിയുടെ സെല്ലുകളെല്ലാം തണുത്തുറഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു. മോർച്ചറിയുടെ തണുത്ത തറയിൽ കൂടി അത്ര ഭാരമൊന്നുമില്ലാത്ത ഒരാൾ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. മോർച്ചറിയുടെ മുന്നിൽ മഞ്ഞ വെളിച്ചത്തിൽ ഇരുന്നുറങ്ങുകയായിരുന്ന കാവൽക്കാരനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഒരു ഭീമാകാരനായ സോഡിയം വിളക്ക് ഇരുട്ടിലൊറ്റയ്ക്ക് കൂനിക്കൂടി നിന്നു.